മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ അഭൂതപൂർവമായ അട്ടിമറികൾക്ക് വഴി തുറന്നുകൊണ്ട് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക നയതന്ത്ര സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ പുരോഗമിക്കുന്ന സങ്കീർണമായ സമാധാന ചർച്ചകളിൽ വാഷിംഗ്ടണിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യ ഒരു മുഖ്യ മധ്യസ്ഥനായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ധാരണാപത്രത്തിന്റെ ഭാഗമായി ഇറാന് ലഭിക്കേണ്ട 24 ബില്യൺ ഡോളറിന്റെ ഏകദേശം 2400 കോടി ഡോളർ മരവിപ്പിച്ച ആസ്തികൾ ലഭ്യമാക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ടെഹ്റാന് രഹസ്യ ഉറപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിലിരിക്കെ ഇറാനുമായുള്ള ഏതൊരു കരാറും കടുത്ത നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സമയത്താണ് സൗദിയുടെ ഈ സമാന്തര നീക്കം. ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ഫണ്ടുകൾ വിട്ടുകൊടുക്കണമെങ്കിൽ അത് പൂർണ്ണമായും അമേരിക്കൻ ട്രഷറിയുടെ കർശനമായ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും മാത്രമായിരിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാശി. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സ്വാധീനം ഘട്ടം ഘട്ടമായി കുറയ്ക്കാനും പ്രാദേശിക പ്രശ്നങ്ങളിൽ അറബ് ഇറാൻ സഖ്യത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള സൗദി അറേബ്യയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. മുൻകാലങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഗൾഫ് സഖ്യകക്ഷിയായിരുന്ന റിയാദ് ഇപ്പോൾ വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങൾക്കപ്പുറം സ്വന്തം പ്രാദേശിക സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്നു. അടുത്തിടെ ഒപ്പുവെച്ച 14 ഇന തത്വങ്ങളടങ്ങിയ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ 24 ബില്യൺ ഡോളറിന്റെ ആസ്തികൾ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ കാരണം അന്താരാഷ്ട്ര ബാങ്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പണം തങ്ങളുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് ഇറാൻ വാദിക്കുന്നു. കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ പകുതിയോളം തുകയായ 12 ബില്യൺ ഡോളർ തങ്ങൾക്ക് ദ്രവ്യാവസ്ഥയിൽ വേണമെന്നാണ് ഇറാന്റെ കടുത്ത ഡിമാൻഡ്. ട്രംപ് ഭരണകൂടത്തിലെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നിലവിൽ ഗൾഫ് മേഖലയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സാമ്പത്തികമായി തളർത്താൻ ഈ ഫണ്ടുകൾക്ക് മേൽ കർശന നിയന്ത്രണം വേണമെന്ന് റൂബിയോ ഗൾഫ് നേതാക്കളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ ആക്രമണങ്ങളിൽ തകർന്ന ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ഈ 24 ബില്യൺ ഡോളർ ഉപയോഗിക്കണമെന്ന ഒരു സമാന്തര നിർദ്ദേശവും US ട്രഷറി മുന്നോട്ട് വച്ചിരുന്നു. ഇറാനെ വീണ്ടും ഒരു സൈനിക സംഘർഷത്തിലേക്ക് നയിക്കുന്നത് തങ്ങളുടെ പ്രശസ്തമായ വിഷൻ 2030 പദ്ധതികളുടെ പരാജയത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. സാമ്പത്തിക മുന്നേറ്റവും വിനോദസഞ്ചാര വികസനവും ലക്ഷ്യമിടുന്ന സൗദിക്ക് അയൽ രാജ്യങ്ങളിലെ സമാധാനം അനിവാര്യമാണ്. യുഎസിന്റെ കടുത്ത ഉപരോധ നയങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധത്തിന് കാരണമായാൽ അത് തങ്ങളുടെ നിക്ഷേപങ്ങളെ ബാധിക്കും. മറുവശത്ത് ട്രംപ് ഭരണകൂടം ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കുന്നതിനെ അമേരിക്കൻ ഡോളറിന്റെ ആഗോള വിശ്വാസ്യത നിലനിർത്താനുള്ള ഒരു മാർഗമായി കൂടിയാണ് ന്യായീകരിക്കുന്നത്. ഉപരോധങ്ങളുടെ പേരിൽ മറ്റ് രാജ്യങ്ങളുടെ പരമാധികാര ഫണ്ടുകൾ ശാശ്വതമായി പിടിച്ചുവെക്കുന്നത് ഡോളറിനോടുള്ള ആഗോള വിപണിയുടെ താൽപര്യം കുറയ്ക്കുമെന്ന് ട്രംപ് ഭയപ്പെടുന്നു. എങ്കിലും ഈ പണം ഇറാന്റെ കൈകളിൽ നേരിട്ടെത്തുന്നതിനെ US കോൺഗ്രസിലെയും ഇസ്രയേലിലെയും കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട്. കരാറിന്റെ ഭാഗമായി ഇറാന്റെ പുനർനിർമ്മാണത്തിനായി 300 ബില്യൺ ഡോളറിന്റെ വമ്പൻ നിക്ഷേപ പദ്ധതിയും വിഭാവനം ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ നികുതി പണമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ പരമാധികാര ഫണ്ടുകളും ആഗോള കോർപ്പറേറ്റ് നിക്ഷേപങ്ങളും വഴിയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വലിയ നിക്ഷേപ പദ്ധതിയുടെയും പ്രധാന കൺട്രോൾ റിയാദിന്റെ കൈകളിലേക്ക് എത്തുന്നതോടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി സൗദി മാറും. ചൈനയുടെ മധ്യസ്ഥതയിൽ 2023 ആരംഭിച്ച സൗദി ഇറാൻ നയതന്ത്ര പുനഃസ്ഥാപനം കേവലം ഒരു താൽക്കാലിക ഉടമ്പടി ആയിരുന്നില്ല എന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലെബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ നയതന്ത്രപരമായി നിയന്ത്രിക്കാൻ സൗദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പകരമായി ഇറാന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് റിയാദിന്റെ ബാധ്യതയായി മാറുന്നു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾ പലപ്പോഴും മാറുന്ന ഭരണകൂടങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒന്നാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ കരുതുന്നുണ്ട്. ഒബാമയുടെ കാലത്തെ ആണവ കരാറും അത് റദ്ദാക്കിയ ട്രംപിന്റെ ആദ്യ ഭരണകാലവും ഇപ്പോൾ വീണ്ടും ചർച്ചകളിലേക്ക് തിരിച്ചെത്തിയ ട്രംപിന്റെ രണ്ടാം ഭരണവും വാഷിംഗ്ടണിന്റെ നയങ്ങളിലെ സ്ഥിരതയില്ലായ്മയാണ് കാണിക്കുന്നത്.
എന്നാൽ സൗദി അറേബ്യയെ പോലുള്ള ഒരു പ്രാദേശിക ശക്തി നൽകുന്ന സാമ്പത്തിക ഗ്യാരണ്ടി കൂടുതൽ വിശ്വസനീയമാണെന്ന് തെഹ്റാൻ കരുതുന്നുണ്ട്. ഈ നീക്കം മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെയും വലിയ രീതിയിൽ ബാധിക്കും. ഇറാനെതിരെ ഒരു പ്രാദേശിക അറബ് സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ ദീർഘകാല നയം. എന്നാൽ സൗദി അറേബ്യ തന്നെ ഇറാന്റെ സാമ്പത്തിക രക്ഷകനായി മാറുന്നതോടെ ഇസ്രയേലിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയേൽക്കുന്നു. ഹോർമസ് കടലിടുക്കിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതവും അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ സുഗമമായ ഒഴുക്കും നിലനിർത്താൻ ഈ പുതിയ സൗദി ഇറാൻ സാമ്പത്തിക അച്ചുതണ്ടിന് സാധിച്ചേക്കും. അമേരിക്കൻ ഉപരോധങ്ങളുടെ പേരിൽ എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ശൈലിയിൽ നിന്ന് ഇറാൻ പിന്മാറണമെങ്കിൽ അവർക്ക് ആവശ്യമായ സാമ്പത്തിക ആശ്വാസം നൽകണമെന്ന് റിയാദ് വാദിക്കുന്നുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച 24 ബില്യൺ ഡോളറിന്റെ ആസ്തികളെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന പോരാട്ടത്തിൽ സൗദി അറേബ്യ കേവലം ഒരു പ്രേക്ഷകനല്ല, മറിച്ച് കളി നിയന്ത്രിക്കുന്ന പ്രധാന കളിക്കാരനാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിബന്ധനകളെ മറികടന്ന് ഇറാന് ഗ്യാരണ്ടി നൽകുന്നതിലൂടെ മുഹമ്മദ് ബിൻ സൽമാൻ മിഡിൽ ഈസ്റ്റിലെ പുതിയ ശക്തി കേന്ദ്രമായി സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. അമേരിക്കൻ സ്വാധീനം കുറയുകയും പ്രാദേശിക സഖ്യങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്ന ഈ പുതിയ യുഗത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ വരും ദിനങ്ങൾ കൂടുതൽ പ്രവചനാതീതമായി മാറുകയാണ്.